വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഒരു LCHF സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ ഇതിനു മുമ്പും LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പീസ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കിട്ടാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് LCHF അല്ലെങ്കിൽ KETO ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. ഈ ഫ്രൈഡ് റൈസിൽ നമ്മൾ നോർമൽ റൈസിന് പകരം കോളിഫ്ലവർ റൈസാണ് ഉപയോഗിക്കുന്നത്. ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ ഫ്രൈഡ് റൈസ് പോലെ തന്നെ ഇതും വളരെ ടേസ്റ്റിയാണ്. കൂടാതെ ഇതിൽ വളരെ ലോ കാർബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ഒരു നല്ല ഡയറ്റ് റെസിപ്പിയും കൂടിയാണിത്. ആദ്യം തന്നെ നമുക്ക് ഈ റെസിപ്പിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പോളം കുക്ക് ചെയ്ത് കോളിഫ്ലവർ റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ റൈസ് തയ്യാറാക്കുന്ന വിധം ഓൾറെഡി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുകളിൽ കാണുന്ന ഐക്കാർഡിലും കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാനിന്ന് തയ്യാറാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അതിനായിട്ട് ഒരു പാത്രത്തിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് മുട്ടയും കുറച്ച് വെജിറ്റബിൾസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മുട്ടയുടെ കൂടെ കുക്ക് ചെയ്ത ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ മാത്രമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഫ്രൈഡ് റൈസിന് ചെറിയൊരു പുളി കിട്ടാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ വിനെഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയാ സോസാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയുമാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. LCHF ഡയറ്റിൽ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് വെജിറ്റബിൾസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ച അതേ വെജിറ്റബിൾ നിങ്ങൾ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിലൊന്ന് ചൂടായതിനു ശേഷം തീ കുറച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അടുത്തതായി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി 1 മിനിറ്റോളം വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ക്യാരറ്റ് ചേർത്തിട്ട് 1 മിനിറ്റോളം വഴറ്റുവാണ്. അതിനുശേഷം ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 കളറിലുള്ള ക്യാപ്സിക്കവും അതിൻ്റെ കൂടെ ക്യാബേജും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവയെല്ലാം കൂടി നമുക്ക് 1 മിനിറ്റോളം വഴറ്റിയെടുക്കാം. പച്ചക്കറികൾ ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല ഫ്രൈഡ് റൈസിൽ. അപ്പോൾ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ചെറുങ്ങനെ ഒന്ന് പച്ചക്കറികളൊക്കെ കടിക്കാൻ കിട്ടണം. അപ്പോൾ മാത്രമേ ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടുത്തതായിട്ട് പച്ചക്കറികളൊക്കെ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.
പിന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കാം. ഈ മുട്ട നന്നായിട്ട് പാകാവുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് ഈ മുട്ടയും വെജിറ്റബിൾസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ടിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ടിൻ്റെ ബാക്കി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഫ്രൈഡ് റൈസ് അങ്ങനെ തന്നെ ആയോ, അല്ലെങ്കിൽ ഏതെങ്കിലും കറിയുടെ കൂടെയോ തൈരിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഏത് രീതിയിലായാലും വളരെ ടേസ്റ്റിയാണ് ഈ ഫ്രൈഡ് റൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ റെസിപ്പി നിങ്ങളുടെ അറിയുന്നവർക്ക്, അതായത് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.